മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിൽ രാവിലെ 10:15 ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിക്കും. ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയുണ്ടെന്ന സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയാൽ മുനമ്പം ഭൂമി വിഷയത്തിലെ വസ്തുതാ അന്വേഷണവുമായി സർക്കാരിന് മുന്നോട്ടു പോകാം. കമ്മീഷൻ നിയമനം റദ്ദാക്കിയാൽ ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വിധി തിരിച്ചടിയാകും. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയമിച്ചത് അധികാരപരിധി മറികടന്നാണെന്ന് ചൂണ്ടിക്കാട്ടി വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയുക. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന് ജുഡീഷ്യലോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ല. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുനമ്പത്ത് നടത്തുന്നത് വസ്തുത കണ്ടെത്തുവാനുള്ള അന്വേഷണം മാത്രമാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ശുപാർശകൾ നടപ്പാക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കുവാൻ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ല. വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കുവാൻ മാത്രമാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. മുനമ്പത്ത് ഭൂമി കൈവശം വെച്ചവരുടെ താൽപര്യ സംരക്ഷണമാണ് കമ്മീഷന്റെ മുന്നിൽ പരിശോധനാ വിഷയമായി ഉള്ളതെന്നും സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് വഖഫ് സംരക്ഷണ വേദിയുടെ ആവശ്യം. നേരത്തെ 104 ഏക്കറോളം ഭൂമി വഖഫ് എന്ന് സിവിൽ കോടതി കണ്ടെത്തിയതാണ്. വീണ്ടും കമ്മീഷനെ വെച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ഹൈക്കോടതി നേരത്തെ ചോദ്യമുന്നയിച്ചിരുന്നു. വഖഫ് എന്ന് കണ്ടെത്തിയ ഭൂമിയിൽ ഉൾപ്പെടെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിലായിരുന്നു ഹൈക്കോടതിയുടെ സംശയം. ഹൈക്കോടതിയിൽ ഹർജിയിരിക്കുന്ന സാഹചര്യത്തിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ജനം, കൊച്ചി.